വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് BTS കണ്ടാലോ. ഒരു ടെമു ഹോൾ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടുകൾ. മസ്കറ്റിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ടെമുന്ന് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യണമെന്നുള്ള ഒരു ക്രോപ്പ് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. ടെമു ആപ്പ് വഴി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടെമു ഹോളായിട്ടാണ്. മസ്കറ്റിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ടെമുന്ന് ഒരു പർച്ചേസ് നടത്തുന്നത്. ഇവിടെ കാണുന്ന ഈ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് ടെമുന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ടെമുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ഒരു റിവ്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം. ഇത് എന്തിനാ ഓർഡർ ചെയ്ത് വെച്ചാൽ ഞാൻ ദുബായിലേക്ക് ഒരു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഷും പേസ്റ്റും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നല്ല ഭദ്രമായിട്ട് ഇതിലിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇനി ബ്രഷും പേസ്റ്റും അല്ലെങ്കിൽ വല്ല മേക്കപ്പ് ഐറ്റംസോ അങ്ങനെ നമുക്ക് എന്താണോ സുരക്ഷിതമായിട്ട് ഭദ്രമായിട്ട് കൊണ്ടുപോകേണ്ടത് അത് ഇതിൽ വെച്ച് ഇങ്ങനെ അടച്ച് കൊണ്ടുപോവാം. പക്ഷേ അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാനിതിൽ ബ്രഷും പേസ്റ്റും ഒക്കെ ഇട്ടപ്പോൾ ഇതിൻ്റെ ഈ അടപ്പ് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിട്ടില്ല. ചില സമയത്ത് ഇത് ലൂസായി പോകുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തായാലും തരക്കേടില്ലാത്തൊരു സാധനം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനെ പറ്റിയിട്ട്. അടുത്തതാണ് ഈ സാധനം. ഇതൊരു ട്രാവൽ ബാഗാണ്. 6 പീസസ് ആണ് ഇതിലുള്ളത്. ഇത് അത്യാവശ്യം വേർത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിൽ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു വലിയ പൗച്ചാണ്. ഇതിൻ്റെ പല സൈസിലുള്ള കുറച്ച് പൗച്ചസ് ഇതിലുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഇടാം, സോക്സ് വേണമെങ്കിൽ ഇതിലിട്ട് കൊണ്ടുപോകാം, അങ്ങനെ നമ്മുടെ ഇന്നേഴ്സ് ഇടാം, അങ്ങനെ പല രീതിയിലും നമുക്കിതിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ഐറ്റമാണ്. ഇത് വേണമെങ്കിൽ ആർക്കും പർച്ചേസ് ചെയ്യാം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ടെമുന്ന് വാങ്ങിയ ഈ ബാഗിനെ പറ്റിയിട്ടാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. വന്നപ്പോഴും ഇത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ 1 ടൈം മാത്രമാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ബാഗാണിത്. അപ്പോൾ ഇത് വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 തവണ ആലോചിച്ചിട്ട് മാത്രം വാങ്ങാമെന്നേ എനിക്ക് പറയുള്ളൂ. ഇതിന്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഈ മനോഹരമായ ഇയറിങ്സ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെനിക്ക് കിട്ടുമ്പോഴേ ഈ സാധനം ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഇയറിങ്സ് തന്നെയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ടെമുവിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയാൽ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഡ്രസ്സ് കിട്ടുമോ, അതിന് ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ പലർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 3 ഡ്രസ്സ് മാത്രമാണ് ടെമുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർഫെക്റ്റ് സൈസും നല്ല ക്വാളിറ്റിയിലായിരുന്നു എനിക്ക് ഈ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്, ഈ ഡ്രസ്സൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, ഇടാനും നല്ല കംഫർട്ടായിരുന്നു. അതുപോലെ എൻ്റെ കറക്റ്റ് സൈസിനായിരുന്നു ഈ ടോപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ജംപ് സ്യൂട്ടാണ്. ഒരു 1 പീസ് ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ, നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് കറക്റ്റ് ഫിറ്റിങ്സിലായിരുന്നു എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രോക്കാണ്, ഒരു ബ്ലാക്ക് കളർ ഫ്രോക്ക്. ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയും ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരുന്നു. ഡ്രസ്സൊന്നും വാങ്ങിയിട്ട് മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അത്യാവശ്യം വേർത്തായിരുന്നു. നല്ല ക്വാളിറ്റിയിൽ നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലാണ് എനിക്ക് വന്നത്. ആകെ ഒരു പ്രശ്നം പറ്റിയത് ഈ ബാഗിൻ്റെ കാര്യത്തിലാണ്. ഈ ബാഗ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത്ര പെട്ടെന്ന് ഇത് ഇങ്ങനെ കേടായി പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇയറിങ്സിലും ഫിറ്റിങ്സിൻ്റെ ഒരു ചെറിയ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് മാനേജബിൾ ആണ്. എന്തായാലും
ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയത് ഓക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിനിമം 10 റിയാലിനെങ്കിലും ടെമു ആപ്പ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഡെലിവറി ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് കിട്ടുന്നതെങ്കിൽ എത്രയോ ഒരു എമൗണ്ട് വെച്ച് അവർ നമ്മുടെ ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയത് ഏകദേശം ഒരു 11 റിയാലിൻ്റെ അടുത്താണ്. ഇതെൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു. എന്തായാലും വലിയ തിരക്കേടില്ല, നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ സാധനങ്ങൾ വാങ്ങുക. ഇപ്പോൾ ഫ്ലോപ്പ് ആവും, ചിലപ്പോൾ നല്ലത് കിട്ടിയെന്ന് വരും. അപ്പോൾ ടെമു ആപ്പ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. Thank you for watching. Bye bye.